ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. അൽ ജസീറ കറസ്പോണ്ടന്റ് അനസ് അൽ ഷെരീഫും വീഡിയോഗ്രാഫറും അടക്കം 5 മാധ്യമപ്രവർത്തകരെയാണ് വധിച്ചത്. അതേസമയം അനസ് അൽ ഷെരീഫ് ഹമാസിന്റെ ഭീകര സെല്ലിന്റെ തലവനാണെന്നാണ് IDF ആരോപിക്കുന്നത്. ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിക്ക് സമീപം ടെന്റിൽ താമസിച്ചിരുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെയായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം. അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയുടെ കറസ്പോണ്ടന്റ് അനസ് അൽ ഷെരീഫ് അടക്കം 5 യുവ മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. റിപ്പോർട്ടർ മുഹമ്മദ് ക്രൈഖെ, ക്യാമറാമാൻമാരായ ഇബ്രാഹിം സഹർ, മുഹമ്മദ് നൌഫൽ, മോമൻ അലിവ എന്നിവരും മരിച്ചവരിൽ പെടുന്നു. അനസ് അൽ ഷെരീഫ് ഹമാസിന്റെ ഏജന്റാണെന്നായിരുന്നു ഇസ്രായേൽ വാദം. ഹമാസിന്റെ സായുധ വിഭാഗമായ ഒരു യൂണിറ്റിനെ നയിച്ചിരുന്നത് അനസ് അൽ ഷെരീഫാണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. ഹമാസിന്റെ വടക്കൻ ഗാസ ബ്രിഗേഡ് പട്ടികയിലും കിഴക്കൻ ജബലിയ ബറ്റാലിയൻ പട്ടികയിലും അനസിന്റെ പേരുൾപ്പെടുന്നതായി ഇസ്രായേൽ സൈന്യത്തിന്റെ എക്സ്പോസ്റ്റിൽ പറയുന്നു. അനസിന്റെ മിലിറ്ററി നമ്പറും ഹമാസിലെ സൈനിക പദവിയും IDF എക്സ്പോസ്റ്റിലുണ്ട്. അനസ് ഇസ്രായേലി പൗരന്മാർക്ക് നേരെയും ഇസ്രായേലി സൈനികർക്ക് നേരെയും റോക്കറ്റ് ആക്രമണം നടത്തിയതായും ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നു. എന്നാൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണമാണിതെന്ന് അൽ ജസീറ പ്രതികരിച്ചു. രാജ്യാന്തര മാധ്യമങ്ങളുടെ പ്രവേശനം നിഷേധിച്ച ഗാസയിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളെ പുറം ലോകത്തിനെ അറിയിച്ചതിനാണ് മാധ്യമപ്രവർത്തകരെ കൊന്നതെന്ന് അൽ ജസീറ പ്രസ്താവനയിൽ പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്കെതിരായ ആക്രമണത്തെ അന്താരാഷ്ട്ര മാധ്യമപ്രവർത്തക സംരക്ഷണ സമിതിയായ CPJ അപലപിച്ചു. 2023 ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ സൈനികാക്രമണം ആരംഭിച്ചതിനു ശേഷം 237 മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഞായറാഴ്ച നടന്ന UN സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിൽ ലോകരാജ്യങ്ങൾ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള നെതന്യാഹുവിന്റെ പദ്ധതിയെ അപലപിച്ചു. എന്നാൽ ഹമാസിൽ നിന്നും ഗാസയെ സ്വതന്ത്രമാക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.